മൂകം കരോതി വാചാരം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് സഹസ്രനാമത്തിൽ 67-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: ഉദീർണ സർവതശ്ചക്ഷുരനീശ ശാശ്വത സ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശന. ആദ്യത്തെ നാമം ഉദീർണ എന്ന്. എല്ലാ ജീവജാലങ്ങളെക്കാളും സർവഭൂതങ്ങളെക്കാളും ഉത്കൃഷ്ടനായി വർത്തിക്കുന്നു എന്നതുകൊണ്ട് ഉദീർണ എന്ന് നാമധേയം. ഭഗവാൻ ബാക്കി എല്ലാ ജീവജാലങ്ങളെക്കാൾ ഉത്കൃഷ്ടനാണ്. അതുകൊണ്ട് ഭഗവാന് ഉദീർണ എന്ന് നാമം, പേര് എന്ന്. അടുത്തത് സർവതശ്ചക്ഷുഹു എന്ന്. ഭഗവാന്റെ സ്വഭാവം തന്നെ ചൈതന്യരൂപനാണ് ഭഗവാൻ. അപ്പോൾ ആ ചൈതന്യ ആണ് ഭഗവാന്റെ രൂപം എന്നുള്ളത് കൊണ്ട് എല്ലാം പ്രത്യക്ഷമായിട്ട് കരതലാമലകം പോലെ സർവ്വതും കാണുന്നുണ്ട് ഭഗവാൻ. എല്ലാം അറിയാം, സർവജ്ഞനാണ്. അതുകൊണ്ട് ഭഗവാന് എല്ലാം അറിയാം. അതുകൊണ്ട് സർവതശ്ചക്ഷുഹു എന്ന്. എല്ലാം നേരിട്ട് കാണുന്നവൻ, ചക്ഷുസ് സർവത്ര ചക്ഷുസ്സുള്ളവൻ എന്നർത്ഥം. സർവത്ര ചക്ഷുസ്സുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് എന്നുള്ളതായിട്ടുള്ള അവയവം എല്ലാ ദിക്കിലും ഉണ്ടെന്നുള്ളതല്ല അർത്ഥം. എല്ലാ ദിക്കിലും ഉള്ള സർവത്തിനെയും അറിയുവാൻ കഴിയുന്നവൻ. ചക്ഷുസ് ഉണ്ടാവുമ്പോൾ കാണുക എന്നുള്ളതാണ്. കാണുക എന്ന് വെച്ചാൽ അറിയുക എന്നുള്ളത്. അപ്പോൾ സർവവും അറിയുവാൻ കഴിയുന്നവൻ. എന്തുകൊണ്ടാണ് ഭഗവാനെ എല്ലാം അറിയാൻ കഴിയുന്നത്? ചൈതന്യ സ്വരൂപനായതുകൊണ്ട്. സർവത്ര ഈ വ്യാപ്തമായിട്ടുള്ള ചൈതന്യ സ്വരൂപനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാന് എല്ലാം അറിയാൻ കഴിയുന്നു, നേരിട്ട് അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് ഭഗവാന് സർവതശ്ചക്ഷുഹു എന്നുള്ളതായ നാമധേയം. സ്വചൈതന്യം ഹേതുവായി എല്ലാ ഭാഗത്തുമുള്ള എല്ലാം തന്നെ കാണുന്നു എന്നതുകൊണ്ട് സർവതശ്ചക്ഷുഹു, എല്ലായിടത്തും കണ്ണുള്ളവൻ എന്ന് ശ്രുതി എന്ന് പേര് വന്നു ഭഗവാന് എന്നാണ്. ഇനി അനീശഃ, ഈശൻ ഇല്ലാത്തവൻ. ഈശൻ ഇല്ലാത്തവൻ വെച്ചാൽ അനീശ, ഈശൻ അല്ലാത്തവൻ എന്നല്ല അർത്ഥം. ഈശൻ ഇല്ലാത്തവൻ എന്ന്. ഭഗവാന് ഈശനായി മറ്റൊരുവൻ ഇല്ല. ഭഗവാൻ എല്ലാവരുടെയും ഈശനായതുകൊണ്ട് ഭഗവാന് ഈശനായിട്ട് മറ്റൊരുവൻ ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അനീശഃ ന വിദ്യതേ ഈശഃ യസ്യ സഹ. ആർക്കാണോ ഈശൻ ഇല്ലാത്തത്, അതായത് ഭഗവാനെ നയിക്കുന്നതായിട്ട് മറ്റൊരുവൻ ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അനീശൻ എന്ന്. ന വിദ്യതേ അസ്യ ഈശഃ ഇതി. അദ്ദേഹത്തിന് ഈശനായി മറ്റൊരുവൻ ഇല്ല എന്നതുകൊണ്ട് ഭഗവാൻ അനീശൻ. അടുത്തത് ശാശ്വത സ്ഥിരഃ. ഭഗവാൻ ശാശ്വതനാണ്, എല്ലായിടത്തും വർത്തിക്കുന്നവനാണ്. ശശ്വത് വർത്തിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ശശ്വത് ശശ്വത് എന്ന് വെച്ചാൽ എല്ലാ സമയത്തും, ഭൂതകാലത്തും വർത്തമാനത്തിലും ഭാവിയിലും ഒക്കെ വർത്തിക്കുന്നവൻ, ഉണ്മ ഉള്ളവനാണ്. ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഉണ്മ ഉള്ളവനാണ് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ശാശ്വതനാണ്, നാശം ഇല്ല, ജനനവുമില്ല, നാശവും ആദിയും അന്തവും ഇല്ലാത്തത് കൊണ്ട് ശാശ്വതനാണ് ഭഗവാൻ. അങ്ങനെ ശാശ്വതനാണെങ്കിലും സ്ഥിരനായതുകൊണ്ട്, ശാശ്വതനായിട്ട് യാതൊരു വികാരവും ഇല്ലാതെ വർത്തിക്കുന്നത് കൊണ്ട്, മാറ്റങ്ങളൊന്നും ഇല്ലാതെ വർത്തിക്കുന്നത് കൊണ്ട് ഭഗവാന് ശാശ്വത സ്ഥിരഃ എന്ന് പേര്. ശാശ്വതനുമാണ് അദ്ദേഹം, സ്ഥിരനുമാണ്, മാറ്റമൊന്നും ഇല്ലാത്തവനുമാണ് എന്നതുകൊണ്ട് ശാശ്വത സ്ഥിരഃ എന്നുള്ളതായ നാമം. ഇനി അടുത്തത് ഭൂഷയഃ. ഭൂമിയിൽ ശയിക്കുന്നവൻ ഭൂഷയഃ എന്ന്. ആ ഭൂമിയിൽ ശയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന് അനന്തൻ്റെ ഉദരത്തിലാണ് വർത്തിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സർവത്ര ശയിക്കുന്നവനാണ്, എല്ലായിടത്തും വർത്തിക്കുന്നവനാണ് എന്നൊക്കെയുണ്ട്. ഈ ഭൂഷയഃ എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, ശ്രീരാമ അവതാരത്തിൽ ഭഗവാൻ ഭൂമിയിൽ ശയിക്കുകയുണ്ടായി. അതായത് പ്രത്യേകിച്ചും വനവാസകാലത്ത് ഭൂമിയിൽ ശയിച്ചു. പ്രത്യേകിച്ച് ചിറ കെട്ടുന്നതായിട്ടുള്ള, ലങ്കയിലേക്ക് പോകാനായി ചിറ കെട്ടുന്നതായിട്ടുള്ള ആ സമയത്തും ഭഗവാൻ ഭൂമിയിൽ ശയിച്ചു. അങ്ങനെ
ഭൂമിയിൽ ശയിച്ചുകൊണ്ട് വർത്തിച്ചത് മൂലം ശ്രീരാമാവതാരമായിട്ടുള്ള ഭഗവാനെ ഭൂഷയ എന്ന് പറയുന്നു. ശ്രീരാമരൂപിയായിട്ടുള്ള ഭഗവാനെ ഭൂഷയ എന്ന് പറയുന്നു എന്ന്. ഭൂഷണ, ഭൂഷണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂഷണമായിട്ടുള്ളവൻ, അലങ്കാരമായിട്ടുള്ളവൻ. എന്തിനലങ്കാരം? ഭൂമിക്ക് അലങ്കാരമായിട്ടുള്ളവൻ. എങ്ങനെയാണ് ഭൂമിക്ക് അലങ്കാരമായത്? അനവധി അവതാരങ്ങളെ കൊണ്ട് സ്വേച്ഛയാ സ്വീകരിച്ചതായ തൻ്റെ ഇച്ഛപ്രകാരം, തൻ്റെ ഇഷ്ടപ്രകാരം, വേറെ ആരുടെയും പ്രേരണ കൊണ്ടല്ല, ഭഗവാൻ സ്വയം സ്വീകരിച്ചതായിട്ടുള്ള അവതാരങ്ങളെ കൊണ്ട് ഭൂമിയെ അലങ്കരിച്ചു. ഭൂമിക്ക് അലങ്കാരമായി തീർന്നു. ഓരോരോ അവതാരത്തിലും ഭൂമിക്ക് അലങ്കാരമാകുകയാണ് ഭഗവാൻ. അങ്ങനെ ഓരോരോ അവതാരം കൊണ്ട് തനിക്ക് ഇഷ്ടത്തിന്, തൻ്റെ ഇഷ്ടത്തിന് സ്വീകരിച്ചതായിട്ടുള്ള ഓരോരോ അവതാരങ്ങളെ കൊണ്ട് ഭൂമിയെ അലങ്കരിച്ചു. ഭൂമിക്ക് ഭൂഷണമായി തീർന്നു എന്നതുകൊണ്ട് ഭഗവാൻ ഭൂഷണ, ഭൂഷണം അലങ്കാരം എന്നർത്ഥം. ഭൂഷണ എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു എന്നാണ്. അടുത്തത് ഭൂതിഹി. ഭൂതിഹി എന്ന് വെച്ചാൽ ഭവനം, ഉണ്മ എന്നുള്ള അർത്ഥമാണ്. ഭവനം എന്ന് വെച്ചാൽ ഭവിക്കുക എന്നുള്ളത്, ഭവിക്കൽ എന്നുള്ളത്. അതായത് ഉണ്മ എന്നർത്ഥം. ഉണ്ടാവുക എന്ന് വെച്ചാൽ പുതിയതായിട്ടുണ്ടാവലല്ല, സ്വതവേ ഉള്ളതായിട്ടുള്ള അവസ്ഥ. അതാണ് ഉണ്മ എന്ന് പറയുന്നത്. പുതിയതായിട്ടുണ്ടാവുന്നതിനല്ല ഉണ്മ എന്ന് പറയുന്നത്. സ്വതവേ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതായ അവസ്ഥ, അതിനാണ് ഉണ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂതിഹി എന്നുള്ളതിന് ഉണ്മ എന്നാണ് അർത്ഥം. ഭവനം എന്ന് വെച്ചാൽ ഭവിക്കൽ, അതായത് ഉണ്ടായിരിക്കൽ, ഉണ്മ എന്നുള്ളതായ അർത്ഥം. അപ്പോൾ ആ ഉണ്മ എന്നതിനെയാണ് ഭൂതിഹി എന്ന് വെച്ചാൽ ഉണ്മ. അപ്പോൾ ഉണ്മ ഉള്ളവൻ ഭഗവാൻ ഉണ്മ ഉള്ളവനാണ്. അതുകൊണ്ട് ഭൂതിഹി എന്നുള്ളതായ നാമധേയം. അപ്പം ആ ഭൂതിഹി എന്നുള്ള നാമധേയത്തിന് മറ്റൊരു അർത്ഥം കൂടി പറഞ്ഞു. അതായത് എല്ലാറ്റിൻ്റെയും കാരണമായിട്ടുള്ളവൻ എന്ന്. സർവ്വതിനും കാരണമായിട്ടുള്ളവൻ, സർവവിഭൂതീനാം കാരണം. എല്ലാ ഭൂതികൾക്കും, എല്ലാ വിഭൂതികൾക്കും കാരണമാണ് ഭഗവാൻ. ഭവിക്കുന്നതായ എല്ലാറ്റിനും കാരണമാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഭൂതിഹി എന്നുള്ള നാമധേയം എന്ന് രണ്ടാമതൊരു അർത്ഥം. ആദ്യത്തേത് ഉണ്മ, വെറും ഉണ്മ എന്നുള്ള ഭഗവാനുള്ളത് കൊണ്ട്, ഭഗവാൻ ഉണ്മ സ്വരൂപനായതുകൊണ്ട്, സത്താസ്വരൂപനായതുകൊണ്ട്, സത്താസ്വരൂപൻ വെച്ചാൽ ഉണ്മ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ. ആ സത്താത്മകനാണ് ഭഗവാൻ എന്നതുകൊണ്ട്, സത്താസ്വരൂപനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാന് ഭൂതിഹി എന്നുള്ളതായ നാമധേയം. അല്ലെങ്കിൽ എല്ലാ വിഭൂതികൾക്കും കാരണമാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാന് ഭൂതിഹി എന്നുള്ളതായ നാമധേയം എന്ന്. അടുത്തത് വിശോക, ശോകം ഇല്ലാത്തവൻ. ഭഗവാന് ശോകത്തിന് കാരണമില്ല. എന്താണെന്ന് വെച്ചാൽ പരമാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ഭഗവാന്റെ സ്വരൂപം തന്നെ പരമാനന്ദമാണ്. അപ്പോൾ ആ പരമാനന്ദ സ്വരൂപനായ ഭഗവാന് ശോകം എന്നത് ഇല്ലാത്തത് കൊണ്ട് വിശോക എന്ന് നാമധേയം. ശോകം ഇല്ലാത്തവൻ, യാതൊരു വിധത്തിലുള്ളതായ ശോകവും ഇല്ലാത്തവൻ വിശോക എന്നുള്ളതായ നാമധേയം. പരമാനന്ദ സ്വരൂപനായതുകൊണ്ട് ശോകത്തിനവിടെ പ്രസക്തി ഇല്ല. അതുകൊണ്ട് ഭഗവാന് വിശോക എന്നുള്ളതായ നാമധേയം. ഇനി അടുത്തത് ശോകനാശന. ഭഗവാന് ശോകമില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ഭക്തന്മാരുടെ എല്ലാം ശോകത്തെ നശിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാൻ ശോകനാശന. ഭക്തന്മാരുടെ ശോകത്തെ നശിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാന് ശോകനാശന എന്നുള്ളതായ നാമധേയം. ഉദീർണ സർവതശ്ചക്ഷുരനീശ ശാശ്വത സ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോക ശോകനാശന. അവിടെ ശാശ്വത സ്ഥിര എന്നുള്ളത് രണ്ട് വാക്കായിട്ടാണ് അച്ചടിച്ചിരിക്കുന്നത്. അച്ചടിപ്പശ കാണുന്നത് ശാശ്വത സ്ഥിര എന്ന് ഒന്നിച്ചാണ്.